ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രിപ്പിൻ്റെ വ്ളോഗാണ്. നമ്മളെല്ലാവരും നേരെ വാഗമണ്ണിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ഞാനും അച്ഛനും അമ്മയും അനിയൻ പിന്നെ മാമനും മാമിയും പിള്ളേരും ആയിരുന്നു കേട്ടോ. നമ്മൾ എത്രയും പേരും കാറിൽ വാഗമണ്ണിലേക്ക് പോവുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ട്രിപ്പ് മൂഡിലാണ് എല്ലാവരും. നമ്മളെപ്പോലെ ഈ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള മല, കാട്, കുന്നൊക്കെ കാണുമ്പോൾ അത് വേറൊരു പ്രതീതിയല്ലേ. അപ്പോൾ അങ്ങനൊരു അടിപൊളി സൈറ്റ് കണ്ടപ്പോൾ കുറച്ച് നേരം കാർ അവിടെ നിർത്തിയിട്ട് നമ്മളതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുവാണ്. മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ടായിരുന്നു, എങ്കിലും വലിയ മഴയില്ലായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കോടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണേ. അങ്ങനെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ചായ കുടിക്കാൻ ടൈമായി കേട്ടോ. അപ്പോൾ ഒരു ചായക്കട ഉണ്ടപ്പം കാർ പാർക്ക് ചെയ്ത് അച്ഛനും മാമനും ചായയും പിന്നെ കുറിക്കാൻ എന്തെങ്കിലും സ്നാക്സും ഒക്കെ വാങ്ങാനായിട്ട് പോയി. നമ്മൾ പിന്നെ കാറിനകത്ത് തന്നെ ഇരുന്നു. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പം അങ്ങ് എടുത്തതാണ് കേട്ടോ. അങ്ങനെ മാമിക്ക് ചായയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്ത് ഞാനും അമ്മയും ചായ കുടിക്കത്തില്ല കേട്ടോ. അമ്മ രാവിലെ കുടിക്കും, വൈകിട്ട് ചായ കുടിക്കത്തില്ല. ഞാൻ പിന്നെ രാവിലെ ഇല്ല വൈകിട്ടും ഇല്ല, അതുകൊണ്ട് നമ്മൾ ചായ കുടിച്ചില്ല. നമുക്ക് ബജ്ജിയും ഉഴുന്നോടൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അതൊക്കെ കഴിച്ചു. എന്നിട്ടിങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു കിടിലൻ സ്പോട്ട് കണ്ടേ. എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. കോടയൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായി നല്ല അടിപൊളി സ്പോട്ടായിരുന്നു. നമ്മളിങ്ങനെ വണ്ടിയിലിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം ഈ ഒരു ഏരിയ നോക്കിയപ്പം എല്ലാവരും വണ്ടി നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം നമ്മൾ കരുതി എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങി നോക്കാതെ നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് നല്ല അടിപൊളി സ്പോട്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പയ്യനെ കാറിൽ നിന്നൊക്കെ ഇറങ്ങി വരുവാണ് പിക്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ട്. ശരിക്കും പറഞ്ഞാൽ അയ്യോ പറഞ്ഞറിയിക്കുക എത്ര ഭംഗിയായിരുന്നു കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് ശരിക്കും ആ റിസോർട്ടിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലായില്ല. പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞത്. കാര്യം വേറൊന്നുമല്ല, ഈ മഞ്ഞിങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. എന്തായതും ഒന്നും തിരിച്ചറിയാൻ വയ്യാതെ കേട്ടോ. എങ്കിലും നൈറ്റ് അടിപൊളിയായിരുന്നു, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. റിസോർട്ടിൻ്റെ പേര് വിൻ്റർ ക്രിസ്റ്റൽ റിസോർട്ട് എന്നാണ്. അടിപൊളി ഫെസിലിറ്റീസൊക്കെ ആയിരുന്നു, ഹൈജീൻ എല്ലാം സൂപ്പറായിരുന്നു. ഫുഡ് അവിടെ കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു, നമുക്ക് പുറത്തുനിന്ന് വാങ്ങണം, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളായിരുന്നു. എങ്കിലും സൂപ്പർ റിസോർട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ എന്നെപ്പോലുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. നമ്മൾ ഈ മിററൊക്കെ കാണുമ്പോൾ ജസ്റ്റ് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്ന അങ്ങനെ എനിക്കങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ ഞാനും അമ്മയും മാമിയും കൂടെ പുറത്ത് പോയി ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണാമല്ലോ എന്ന് വെച്ച് ആ ഒരു സെറ്റപ്പ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് വലുതായിട്ടൊന്നും കാണാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ ഇത്രയും ദൂരം വന്നേയില്ലേ, എന്നാലും വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ പുറത്തേക്ക് പോവുകയാണേ നമ്മൾ. ബേക്കറി ഐറ്റംസ്, ക്ലോത്ത്സ്, തുണിയുണ്ട്. ചപ്പലെന്തോ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഫെവിക്വിക്ക് വാങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് കടയിൽ കയറിയതാണ്. എങ്കിലും അതിൻ്റെ കൂടെ തന്നെ മാമി ബിങ്കോ മേടിച്ച് തന്നു കേട്ടോ. എത്രയാണ്?
5 രൂപയ്ക്ക് എന്തെങ്കിലും കിട്ടും. ഒരു ബിങ്കോടെ കടയിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞൊരു വീട്ടിൻ്റെ സൈഡിൽ നല്ല ഭംഗിയായിട്ട് റോസാപ്പൂ പിടിച്ചിരിക്കുന്നുണ്ട്. ഞാനത് പോയി അങ്ങ് പിച്ചെടുത്ത് കേട്ടോ. മഞ്ഞ് നോക്കി, അടിപൊളി മഞ്ഞ്. നമ്മൾ റോസ വെച്ച് റോഡ് മൊത്തം റോസ ഒഴിഞ്ഞു വീണു. നോക്കി വായിക്കുന്നു റോസ. ലൈറ്റ് വേണ്ടേ ഫോഗ് വണ്ടി വരണം. കുറച്ച് കഴിഞ്ഞപ്പോൾ മാമനും അച്ഛനും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരെ റൂമിലിരുത്തിയിട്ട് അവർ രണ്ടുപേരും ഇറങ്ങി വന്ന് നമ്മളോടെ ഇന്ന് ഓരോന്ന് വൈബൊക്കെ പിടിച്ച് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോകാമല്ലോ എന്ന് വെച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ക്യാമ്പ് ഫയർ നടക്കുന്നുണ്ടായിരുന്നു. ഇതേതോ തമിഴ്നാട് ടീംസാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ആ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്ന ഓരോ കാഴ്ച കാണാൻ അടിപൊളി രസമായിരുന്നു. ഈ മഞ്ഞും പിന്നെ ഓരോ കിളിയുടെ സൗണ്ടൊക്കെ അടിപൊളി ഭംഗിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞ് നമ്മൾ ഓരോ സ്പോട്ടിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ കുരിശുമലയിലാണ് പോയത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. രണ്ടാമത് നമ്മൾ ടീ ലേക്കിലാണ് പോയത്. നമ്മളിപ്പം ടീ ലേക്കിലാണ് കേട്ടോ നിൽക്കുന്നത്. വാഗമണ്ണുള്ള ടീ ലേക്കിലാണ് നിൽക്കുന്നത്. അടിപൊളി വ്യൂ കേട്ടോ അവിടെ നിന്ന്. മോർണിംഗ് ആയതുകൊണ്ട് നല്ല രീതിയിൽ മഞ്ഞ് നല്ല തണുപ്പുമായിരുന്നേ. നല്ല ഭംഗിയുണ്ടായിരുന്നു. മഞ്ഞിങ്ങനെ പറന്ന് പോകുന്ന കണക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഈ സ്പോട്ട് ഏതെങ്കിലും മൂവി കണ്ട് പരിചയമുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. ഈ ഒരു ട്രാക്ടർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അത് ഒറിജിനൽ ട്രാക്ടർ ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ചെന്തോ സെറ്റപ്പൊക്കെ വെച്ചിരിക്കുവാണ്. ടീയിലേക്ക് ഇറങ്ങി നമ്മൾ നേരെ പോയത് വാഗമൺ മെഡോയിലേക്കാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സ്പോട്ടായിരുന്നു. കുറേ മലകൾ ആണെങ്കിലും അവിടെ സിപ്പ് ലൈനും സിപ്പ് സൈക്ലിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു ക്ലൈമറ്റ് അടിപൊളി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെ തന്നെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. അവിടെ എന്താ ആൾക്കാർ ബോട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. നമ്മളെന്തായാലും ഒന്നിലും കയറിയില്ല. ഓരോരുത്തർ ചെയ്യുന്ന കണ്ട് അതിൻ്റെ ബ്യൂട്ടി ആസ്വദിച്ച് നിന്നു. കുഞ്ഞല്ലേ ബാ നമുക്ക് മേപ്പോട്ട് പോയി നോക്കാം. ബാ പയ്യെ കയറിപ്പോ, നമുക്ക് മേപ്പോട്ട് കയറിപ്പോ. ഗൈസ്, നമ്മൾ മലയുടെ മേപ്പോട്ട് കയറുകയാണ്. അതിസാഹസികമായി ചവിട്ടി മേപ്പോട്ട് കയറുക. കയറടാ മേളി, പിടിച്ചോ. നമ്മളുണ്ട് വൈബ് വൈബേ. സൂപ്പർ, അടിപൊളി അടിപൊളി. ആ ബൈനോക്കുലറിൽ വലുതായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല, എന്നാലും കുഞ്ഞായിട്ട് എന്തൊക്കെയോ മനസ്സിലാവും കേട്ടോ നമുക്ക്. ആദ്യം അമ്മ വാങ്ങി അവൻ്റെ കയ്യിൽ നിന്ന് വെച്ച് നോക്കി, രണ്ടാമത് ഞാൻ വാങ്ങി വെച്ച് നോക്കുവാണ്. ഇത് കടകളിലെ പിള്ളേരെ പറ്റിക്കാനായിട്ട് വെച്ചിരിക്കുന്ന സാധനം. എന്തായാലും നമ്മുടെ കൂടെ വന്ന 3 പിള്ളേരും അത് വാങ്ങി കേട്ടോ. അപ്പം നമ്മളൊരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത പാർട്ട് 2 വീഡിയോ ആയി വരുന്നിടം വരെ ടാറ്റ ബൈ ബൈ, സീ യു.